ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററായ സോളിഡ്സ് അഥവാ ഘനരൂപങ്ങളിലെ 4ാമത്തെ ഭാഗമാണ്. അതായത് വോളിയമാണ് പഠിക്കാൻ പോകുന്നത്. സ്തൂപികയുടെ വോളിയമാണ് നമ്മൾ പഠിക്കുന്നത്. ഏത് സ്തൂപികയാണെങ്കിലും വോളിയം കാണാനുള്ള മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഏത് പ്രിസവാണെങ്കിലും വോളിയം അഥവാ വ്യാപ്തം കാണാനായിട്ട് നമുക്കറിയാം. വ്യാപ്തം വി ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, പാദ പരപ്പളവ് ഗുണം ഉയരം. പാദ പരപ്പളവിനെ ഉയരം കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ഒരു പ്രിസത്തിന്റെ, ഒരു സ്തംഭത്തിന്റെ വ്യാപ്തം കിട്ടും. പക്ഷെ സ്തൂപികയും സ്തംഭവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചു അല്ലെ. സ്തംഭം എന്ന് പറഞ്ഞാൽ രണ്ട് പാദങ്ങളും സെയിം പാദങ്ങളാണ് അല്ലെ. ബേസ് രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ സ്തൂപിക എന്ന് പറയുമ്പോൾ, പിരമിഡ് എന്ന് പറയുമ്പോൾ മുകളിങ്ങനെ കൂർത്തിരിക്കും അല്ലെ. അതായത് ഈ ഒരു സ്തൂപിക, ഇത് സ്ക്വയർ പിരമിഡാണ്. ഇനി കോണാണെങ്കിലും ഏത് സ്തൂപികയാണെങ്കിലും ഏത് പിരമിഡ് ആണെങ്കിലും വ്യാപ്തം കാണാനുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ സെയിം ഹൈറ്റിലും സെയിം ബേസ് എഡ്ജ് ലെങ്ത്തിലുമാണ് എടുത്തിരിക്കുന്നത്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത്, ഇതിപ്പോൾ ഹോളോയാന്ന് വിചാരിക്കുക, പൊള്ളയാണ്, അകം പൊള്ളയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഫില്ല് ചെയ്യുന്നു, മണലോ എന്തെങ്കിലും ഫില്ല് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കൊണ്ടുപോയി നിറയ്ക്കുകയാണെങ്കിൽ 3 പ്രാവശ്യം ഈ സ്തൂപികയ്ക്കകത്ത്, ഈ പിരമിഡിനകത്ത് എടുത്തിട്ട് ഇതിനകത്ത് കൊണ്ടുപോയി നിറച്ചാലേ ഇത് ഫില്ലാകത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇതിന്റെ വ്യാപ്തം, അതായത് പ്രിസത്തിന്റെ, സ്തംഭത്തിന്റെ വോളിയം എന്ന് പറയുന്നത് സ്തൂപികയുടെ വോളിയത്തിന്റെ, വ്യാപ്തത്തിന്റെ 3 ഇരട്ടിയാണ് എന്ന് പറയാം. പിരമിഡിന്റെ വോളിയത്തിന്റെ 3 ടൈംസ് ആണ് പ്രിസത്തിന്റെ വോളിയം എന്ന് പറയാം. അതായത് സെയിം ഹൈറ്റും സെയിം ബേസ് ഏരിയയും ആണെങ്കിൽ മാത്രമേ അത് ശരിയാകത്തുള്ളൂ. അപ്പോൾ 3 ടൈംസ് വോളിയം ഓഫ് പിരമിഡാണ് വോളിയം ഓഫ് പ്രിസം. അല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം? വോളിയം ഓഫ് പിരമിഡ് എന്ന് പറയുന്നത് ഈ 3 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഡിവിഷനാണ്. 1/3 വോളിയം ഓഫ് പ്രിസം എന്ന് എഴുതാവല്ലോ. ഇപ്പോൾ വോളിയം ഓഫ് പ്രിസം നമുക്കറിയാം എങ്ങനെയാണ് കാണുന്നത്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അതായത് 3 പ്രാവശ്യം സ്തൂപികയുടെ വ്യാപ്തം കണ്ടാലേ സ്തംഭത്തിന്റെ വ്യാപ്തം ആകത്തുള്ളൂ. അപ്പൊ സ്തൂപികയുടെ വ്യാപ്തമാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ 3നെ ഗുണിച്ചിരിക്കുന്ന 3നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഹരണമാവും. അപ്പോൾ 1/3 ഇൻറ്റു വോളിയം ഓഫ് പ്രിസവായി. സ്തംഭത്തിന്റെ വ്യാപ്തത്തിന്റെ 3/1 ഭാഗമാണെന്ന് പറയാം. സ്തംഭത്തിന്റെ വ്യാപ്തം എങ്ങനെയാണ് കാണുന്നത്? പാദപരപ്പളവിനെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പൊ സ്തൂപികയുടെ വ്യാപ്തം എന്ന് പറയുന്നത് 1/3 പാദപരപ്പളവ് ഗുണം ഉയരമാണ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് പേജ് നമ്പർ 263 ചോദ്യങ്ങൾ ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ് 10 സെന്റിമീറ്റേഴ്സ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് 15 സെന്റിമീറ്റേഴ്സ്? ഇപ്പോൾ ഒരു സ്ക്വയർ പിരമിഡ് വരച്ചിട്ടുണ്ട്. ബേസ് എഡ്ജ് 10 സെന്റിമീറ്റർ ആണ്. പിന്നെ തന്നിരിക്കുന്ന സ്ലാൻഡ് ഹൈറ്റ് ആണ് അല്ലെ. അത് എത്രയാണ്? 15 സെന്റിമീറ്റർ. ഇപ്പൊ സ്ലാൻഡ് ഹൈറ്റ് നമുക്കിവിടെ വരയ്ക്കാം. ഇതാണ് 15 സെന്റിമീറ്റർ. ഈ വോളിയം വി എന്ന് പറയുന്നത് 1/3 ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണല്ലോ. ⅓ പാദ പരപ്പളവ് ഗുണം ഉയരം. വി എന്ന് പറഞ്ഞാൽ വ്യാപ്തമാണ് അല്ലെ. ഇനി നമുക്ക് ഉയരം അറിയാവോ?
ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഈ ശീർഷം തൊട്ട് പാദത്തിൻ്റെ നടുക്കത്തെ പോയിന്റ് വരെയാണ് അല്ലേ. അപ്പെക്സ് തൊട്ട് മിഡ് പോയിന്റ് ഓഫ് ദി ബേസ് വരെയാണ് ഉയരം. അപ്പം നമുക്ക് ഉയരം ഇവിടെ വരയ്ക്കാം. അപ്പം ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യും. നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്തതാണ്. അപ്പോൾ ഇവിടെ പൈതഗോറസ് തിയറം വെച്ചിട്ട് എന്ത് എഴുതാം? ഇത് ഉയരം h ആണ്, ഇതെന്താ സ്ലാൻഡ് ഹൈറ്റ് L ആണ് അല്ലേ. അപ്പോൾ L² ഈക്വൽ ടു h² പ്ലസ് a/2 ഹോൾ സ്ക്വയർ. അപ്പോൾ L ആണ് 15² ഈക്വൽ ടു h² പ്ലസ് a 10 ആണ്, a/2 ആകുമ്പം 5². അപ്പോൾ 225 ഈക്വൽ ടു h² പ്ലസ് 25 എന്ന് കിട്ടും. അല്ലെങ്കിൽ h² ഈക്വൽ ടു 225 മൈനസ് 25. അപ്പോൾ 200 കിട്ടിയല്ലോ. അപ്പോൾ h എത്ര കിട്ടി? ഉയരം അഥവാ h ഈക്വൽ ടു √200 കിട്ടി. ഇനി നമുക്ക് വ്യാപ്തം കാണാം. വ്യാപ്തം v ഈക്വൽ ടു 1/3 ഇൻറ്റു പാദപരപ്പളവ്. പാദം എന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോൾ 10 × 10 എന്നാണല്ലോ അല്ലേ, 10 ഇൻറ്റു ഉയരം. ഉയരം എത്രയാണ്? √200 ആണ് അല്ലേ. ഇനി √200 നമുക്കൊന്ന് വേണേൽ ചെറുതാക്കി എഴുതാം. അതായത് 200 നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ടും ചെയ്യാം. 5 കൊണ്ടാണെങ്കിൽ പെട്ടെന്ന് നമ്പർ ചെറുതായി വരും. അപ്പോൾ 4 പ്രാവശ്യം 20, പിന്നെ ഒരു 0, വീണ്ടും 5, അപ്പോൾ 8 പ്രാവശ്യം. ഇപ്പോൾ 2, 4, 2, 2 അല്ലേ. 2 വെച്ചാണല്ലോ ഗ്രൂപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓരോന്ന് വെച്ച് എടുത്ത് കഴിയുമ്പോൾ 1/3 ഇൻറ്റു 10 × 10 100 ആണ്, ഇൻറ്റു 5 × 2 എന്ന് വരും. പിന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്നതിന് റൂട്ടിനകത്ത് ഇടണമല്ലോ അല്ലേ. അപ്പോൾ 5 × 2 10 ആണ്, 10 × 100 1000 ആണ്. അപ്പോൾ 1000/3 √2. ഇനി വ്യാപ്തം അഥവാ വോളിയത്തിന് നമ്മൾ എങ്ങനെയാണ് യൂണിറ്റ് എഴുതുന്നത്? ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഘന സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. 2 square pyramids have the same volume. The base edge of one is half the other. How many times is the height of the second pyramid the height of the first? അതായത് ഇവിടെ 2 സമചതുര സ്തൂപികയുണ്ട്. അതിൻ്റെ വോളിയം വ്യാപ്തം തുല്യമാണ്. 2 സ്തൂപികകളുടെയും വ്യാപ്തങ്ങൾ തുല്യമാണ്. അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ പാദവക്ക് എന്ന് പറയുന്ന രണ്ടാമത്തേതിൻ്റെ പകുതിയുമാണ്. അങ്ങനാണെങ്കിൽ അതിൻ്റെ ഉയരങ്ങൾ തമ്മിലുള്ള റേഷ്യോയോ ബന്ധം എന്തെങ്കിലും എഴുതണം നമ്മൾ. അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്വയർ പിരമിഡേ വരച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വ്യാപ്തം കാണാനുള്ള സമവാക്യം എന്താ അറിയാവുന്നത്? 1/3 ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇവിടെ 2 ഉള്ളത് കൊണ്ട് V1 എന്നും V2 എന്നും എടുക്കാം. ഇവ തുല്യമാൻ തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എഴുതാമല്ലോ. V1 ഈക്വൽ ടു V2. V1 എന്ന് പറയുന്നത് ഒന്നാമത്തെ സമചതുര സ്തൂപികയുടെ വ്യാപ്തം, V2 എന്ന് പറയുന്ന രണ്ടാമത്തെ സമചതുര സ്തൂപികയുടെ വ്യാപ്തം. V1 ഉം V2 ഉം റെപ്രസെന്റ് ചെയ്യുന്നത് വോളിയംസ് ഓഫ് 2 സ്ക്വയർ പിരമിഡ്സ്. V1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്ക്വയർ പിരമിഡ്, V2 എന്ന് പറയുന്നത് സെക്കൻഡ് സ്ക്വയർ പിരമിഡ്. രണ്ടിൻ്റെയും വോളിയംസ് ഈക്വൽ ആണ് തന്നിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ എഴുതാം. അപ്പം നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് 1/3 ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ. ബേസ് ഏരിയ ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഹൈറ്റ്. ഫസ്റ്റിൻ്റെ ഹൈറ്റ് h1 എന്ന് എടുക്കാം. ഈക്വൽ ടു 1/3 ഇൻറ്റു ബേസ് ഏരിയ ഓഫ് സെക്കൻഡ്, രണ്ടാമത്തെ ആയതുകൊണ്ട് ബേസ് ഏരിയ ഓഫ് സെക്കൻഡ് ഇൻറ്റു ഹൈറ്റ് h2 എന്നും എടുക്കാം. ഇവിടെ 1/3 1/3 നമുക്ക് ക്യാൻസൽ ആക്കാം. ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നതാണ്. ഇനി ബേസ് ഏരിയ എങ്ങനെ കാണുന്നത്? വശം ഗുണം വശം. പാദപരപ്പളവ് എന്ന് പറയുന്നത് വശം ഗുണം വശമാണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ സൈഡ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്നൊന്നിൻ്റെ പകുതി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേൻ്റെ നമുക്ക് 2a എന്ന് എടുക്കാം. അപ്പോൾ രണ്ടാമത്തേൻ്റെ എന്ത് വരും? a ആയിട്ട് വരും. അപ്പോൾ 2a ഇൻറ്റു 2a
വശം ഗുണം വശം, സൈഡ് ഇൻറ്റു സൈഡ്, ഒരു സൈഡാണ് 2a ആയിട്ട് എടുത്തിരിക്കുന്നത്, ഇൻറ്റു h1 ഈക്വൽ ടു, ഇവിടെ അന്നേരം എത്ര എടുക്കാവുള്ളൂ, a ഇൻറ്റു a എടുക്കാവുള്ളൂ. കാരണം ആദ്യത്തതിൻ്റെത് 2a ആണെങ്കിൽ രണ്ടാമത്തത് അതിൻ്റെ പകുതി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പകുതി എന്ന് പറയുന്നത് a ഇൻറ്റു h2 എടുക്കാവല്ലോ. അപ്പോൾ ഈ എയും എയും കൂടെ ക്യാൻസൽ ചെയ്യാം, ഈ എയും ഈ രണ്ടാമത്തെ എയും കൂടെ ക്യാൻസൽ ചെയ്യാം. പിന്നെ ബാക്കി എത്ര ഉണ്ട്, 4. 2 ഇൻറ്റു 2 4h1 ഈക്വൽ ടു h2 എന്ന് എഴുതാമല്ലോ. അതായത് ഒന്നാമത്തതിൻ്റെ ഹൈറ്റാണ് h1. ഫസ്റ്റ് പിരമിഡ്, ഫസ്റ്റ് സുബിയുടെ, ഒന്നാമത്തെ സുബിയുടെ ഉയരം h1നെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് രണ്ടാമത്തതിൻ്റെ സുബിയുടെ ഉയരം കിട്ടുന്നത്. അപ്പൊ എന്തെഴുതാം, 4 times the height of first pyramid is the height of the second pyramid. രണ്ടാമത്തെ സ്തൂപികയുടെ ഉയരം ഒന്നാമത്തെ സ്തൂപികയുടെ ഉയരത്തിന്റെ 4 മടങ്ങാണ്. ക്ലിയർ ആയല്ലോ. ഇനി മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്, ദ ബേസ് എഡ്ജസ് ഓഫ് 2 സ്ക്വയർ പിരമിഡ്സ് ആർ ഇൻ ദ റേഷ്യോ 1:2 and their heights are in the ratio 1:3. The volume of the first is 180 cubic centimeters. What is the volume of the second? അതായത് പാദവക്കുകളുടെ അംശബന്ധം 1:2 വരുന്ന 2 സമചതുര സ്തൂപികകളുണ്ട്. അതിൻ്റെ ഉയരങ്ങൾ വരുന്നത് 1:3 എന്ന അംശബന്ധത്തിലാണ്. അവയുടെ വോളിയം, അതായത് ആദ്യത്തെ വോളിയം 180 ക്യൂബിക് ഘന സെന്റിമീറ്റർ ആണെങ്കിൽ രണ്ടാമത്തെ വോളിയം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബേസ് എഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ എ ആയിട്ടാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ 2 എണ്ണം ഉള്ളതുകൊണ്ട് A1:A2 അംശബന്ധത്തിലാണ്, റേഷ്യോയിലാണ് തന്നിരിക്കുന്നത്. അത് 1:2 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം, A1/A2 ഈക്വൽ ടു 1/2 എന്ന് എഴുതാമല്ലോ. ഇനി അടുത്ത് തന്നിരിക്കുന്ന അവയുടെ ഉയരങ്ങളാണ്. അപ്പോൾ h1ന് ഒന്നാമത്തെ ഉയരം എന്നും h2ന് രണ്ടാമത്തെ ഉയരം എന്നും എടുത്താൽ 1:3 ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ h1/h2 എന്ന് പറയുന്നത് 1/3 ആണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തതിൻ്റെ വോളിയം അഥവാ വ്യാപ്തം V1 എന്ന് പറയുന്നത് 180 ആണെങ്കിൽ V2 എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ V1:V2 ഇവിടെ റേഷ്യോയിലാണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ V1:V2 കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ V1:V2 എന്ന് പറഞ്ഞാൽ V1/V2 ആണ് അല്ലേ. 1/3 ഇൻറ്റു ബേസ് ഏരിയ, അതായത് A1 ഇൻറ്റു A1. ഒന്നാമത്തതിൻ്റെത് പാദപരപ്പളവ് എന്ന് പറയുന്ന വശം ഗുണം വശമാണ്. A1 ഇൻറ്റു A1 ഇൻറ്റു h1/1/3. രണ്ടാമത്തതിൻ്റെ വ്യാപ്തം കാണാനായിട്ട് A2 ഇൻറ്റു A2 ഇൻറ്റു h2. 1/3 ക്യാൻസൽ ആയിപ്പോയി അല്ലേ. ഇനി A1/A2 നമുക്കറിയാവുന്ന സംഗതികൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ A1/A2 കണ്ടല്ലോ. ഈ A1/A2ന് പകരം 1/2 എന്ന് ഇടാമല്ലോ. അപ്പോൾ ഈക്വൽ ടു 1/2 ഇൻറ്റു വീണ്ടും ഒരു A1/A2 ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അവിടെയും ഇൻറ്റു 1/2 ഇൻറ്റു ഇനി ലാസ്റ്റ് കിടക്കുന്നത് എന്താ, h1/h2 അല്ലേ. ഈ h1/h2ന് പകരം എന്തെഴുതാം, 1/3 എന്ന് എഴുതാം. അപ്പം ന്യൂമറേറ്റേഴ്സ് എല്ലാം അംശങ്ങളെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 1 ഇൻറ്റു 1 1 തന്നെ. 2 ഇൻറ്റു 2 4 4 3s are 12. 1/12 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ V1/V2 ആണ് 1/12 കിട്ടിയത്. ഇനി V1 എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, 180 തന്നിട്ടുണ്ട്. അപ്പോൾ മുകളിലത്തേന് 180/12
V2 ഈക്വൽ ടു 1/12 എന്ന് എഴുതാമല്ലോ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. V2നെ ഇങ്ങോട്ട് ഗുണിക്കുമ്പോൾ, ഒന്നുകൊണ്ട് ഗുണിക്കുമ്പോൾ V2 എന്ന് കിട്ടും. ഈക്വൽ ടു 12നെ 180 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ V2 ആയല്ലോ. 18നെ 12 കൊണ്ട് ഗുണിച്ചിട്ട് ഒരു 0 ഇട്ടാൽ മതി. അപ്പോൾ 18നെ 12 കൊണ്ട് ഗുണിക്കുമ്പോൾ 216 കിട്ടിയല്ലോ. അല്ലെങ്കിൽ 2160. ഇത് ക്യൂബിക് സെന്റിമീറ്റർ ആണ് അല്ലേ, അല്ലെങ്കിൽ ഘന സെന്റിമീറ്റർ. അപ്പോൾ രണ്ടാമത്തെ വ്യാപ്തം അഥവാ വോളിയം ഓഫ് ദി സെക്കൻഡ് ഈക്വൽ ടു 2160 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് എഴുതിയാൽ മതി. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: ഓൾ എഡ്ജസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ 18 സെന്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? ഒരു സമചതുര സ്തൂപിയുടെ എല്ലാ വക്കുകളും 18 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ വ്യാപ്തം കാണുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു സമചതുര സ്തൂപിയെ വരച്ചിട്ടുണ്ട്. നമ്മൾ പാദവക്കിന് എന്താ അഥവാ ബേസ് എഡ്ജിന് ഏത് ആൽഫബറ്റാണ് യൂസ് ചെയ്യുന്നത്? എ എന്നും പാർശ്വവക്കിന് അഥവാ ലാറ്ററൽ എഡ്ജിന് ഇ എന്നുമാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാ വക്കുകളും, അതായത് പാദവക്ക് 4 ഉണ്ട്, അത് 4, പാർശ്വവക്ക് 4 ഉണ്ട്, അത് 4, അതായത് 8 വക്കുകളും 18 സെന്റിമീറ്റർ വെച്ചാണ്. അതായത് എ ആണെങ്കിലും ഇ ആണെങ്കിലും 18 സെന്റിമീറ്റർ ആണ്. ലാറ്ററൽ എഡ്ജ് ആണെങ്കിലും ബേസ് എഡ്ജ് ആണെങ്കിലും 18 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എയും ഇയും 18 തന്നെ എന്നെഴുതാവല്ലോ. ഇനി ഇതിന്റെ വ്യാപ്തമാണ് കാണേണ്ടത്. അപ്പൊ ഹൈറ്റ് കാണണമല്ലോ. ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല അല്ലെ. അപ്പോൾ ഹൈറ്റ് കാണുന്നതിന് മുമ്പ് നമുക്ക് എന്ത് കാണണം? സ്ലാൻ ഹൈറ്റ് കാണണം അല്ലെ. അപ്പൊ സ്ലാൻ ഹൈറ്റ് കാണാൻ വേണ്ടിയിട്ട് സ്ലാൻ ഹൈറ്റ് ആണല്ലോ L, ഇതാണ് E. ഇത്രയും മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് a/2 ആണ് അല്ലെ. പൈതഗോറസ് തിയറം, പൈതഗോറസ് തത്വം ഉപയോഗിച്ചിട്ട് നമുക്ക് E² ഈക്വൽ ടു L² പ്ലസ് a/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ E ആണ് 18 അല്ലെ. അപ്പൊ 18² ഈക്വൽ ടു L² പ്ലസ് a 18 ആണ്. അപ്പൊ a/2 എന്ന് പറയുമ്പോൾ 9 സ്ക്വയർ. നമുക്കറിയാം 18ന്റെ സ്ക്വയർ 324 ആണ്. ഈക്വൽ ടു L² പ്ലസ് 9ന്റെ സ്ക്വയർ 81 ആണ്. അപ്പൊ L² കാണാൻ വേണ്ടിയിട്ട് 324ൽ നിന്ന് ഈ 81 കൂട്ടിയിരിക്കുന്ന അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ കുറയ്ക്കുക. അപ്പൊ 324ൽ നിന്ന് 81 പോകുമ്പോൾ 243 എന്ന് കിട്ടി അല്ലെ. അപ്പൊ L ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ് 243. അപ്പൊ ഇതാണല്ലോ L അല്ലെ. ഇനി നമുക്ക് ഈ റൈറ്റ് ട്രയാങ്കിൾ നോക്കാം. ഹൈറ്റ് ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ ഈ പച്ച കളറിലും ചുവന്ന കളറിലും കൊണ്ട് വരച്ചിരിക്കുന്ന റൈറ്റ് ട്രയാങ്കിളില് മട്ടത്രികോണത്തില് കർണം എന്ന് പറയുന്നത് L ആണ്. അപ്പൊ L² ഈക്വൽ ടു ഹൈറ്റ് h² പ്ലസ് a/2 സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ L² പകരം നമുക്ക് 243 എന്ന് കൊടുക്കാം. ഈക്വൽ ടു h² പ്ലസ് a/2 സ്ക്വയർ. a എന്ന് പറയുന്നത് 18, a/2 എന്ന് പറയുമ്പോൾ 9, 9ന്റെ സ്ക്വയർ 81. അപ്പൊ h² ഈക്വൽ ടു 243ൽ നിന്ന് ഈ കൂട്ടിയിരിക്കുന്ന 81 കുറയ്ക്കുക. അപ്പൊ എത്ര വന്നു? 162 എന്ന് വന്നല്ലോ. അപ്പൊ h ഈക്വൽ ടു റൂട്ട് ഓഫ് 162. അപ്പൊ 162നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 16നകത്ത് 8 പ്രാവശ്യം, 2നകത്ത് 1 പ്രാവശ്യം. 81നെ 3 കൊണ്ട് ഹരിക്കാം. 8നകത്ത് 3, 2 പ്രാവശ്യം, മിച്ചം 2 ഉണ്ട്. 21നകത്ത് 7 പ്രാവശ്യം. വീണ്ടും 3 കൊണ്ട് ഹരിക്കുക, 9 വന്നു. വീണ്ടും 3 കൊണ്ട് ഹരിക്കുക, 3. അപ്പൊ 2 പ്രാവശ്യം 3 വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ ഒറ്റയ്ക്ക് നിൽക്കുന്നതിന് 3, ആദ്യത്തെ ഗ്രൂപ്പിൽ നിന്ന് ഒരു 3, രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിന്ന് അടുത്ത 3, പിന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്ന റൂട്ടിനകത്ത് ഇടുക. അപ്പോൾ 3 3 9 റൂട്ട് 2 എന്ന് കിട്ടിയല്ലോ ഹൈറ്റ്. ഇനി നമുക്ക് കാണേണ്ടത് വ്യാപ്തം അഥവാ വി ആണ്. വി കാണാനായിട്ട് 1/3 ഇൻറ്റു ബേസ് ഏരിയ, പാദ പരപ്പളവിനെ ഉയരം കൊണ്ട് ഗുണിക്കണം. 1/3 പാദ പരപ്പളവ് ഗുണം ഉയരം അല്ലെ.
അപ്പോൾ 1/3 ഇൻറ്റു പാദ പരപ്പളവ് എന്ന് പറയുന്നത് വശം ഗുണം വശം. അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് 18 ഗുണം 18 ഇൻറ്റു ഉയരം 9√2 അല്ലേ. അപ്പോൾ 9നെയും 3നെയും കൂടെ കട്ട് ചെയ്ത് ഇവിടെ 3 വരുമല്ലോ. 18 ഗുണം 18 എന്ന് പറയുന്നത് 324 ആ 324നെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പം 972 എന്ന് വന്നു. പിന്നെ ഈ ഒരു √2 കൂടെ ഉണ്ട്. വ്യാപ്തത്തിന്റെ യൂണിറ്റ് ക്യൂബിക് സെന്റിമീറ്റർ അഥവാ ഘന സെന്റിമീറ്റർ. മനസ്സിലായല്ലോ. അപ്പം 4 ചോദ്യങ്ങൾ എഴുതി പഠിക്കുക. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.